ഈ വന്നവർ തന്നെ പിന്നെയും വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടാണ്. കൂടുതൽ പിള്ളേരാണ് ഈ ന്യൂക്ലിയസ് മോളിലെ കംപ്ലീറ്റ്. അവിടെ ആക്ച്വലി അവർക്ക് മീൽസ് അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും പഴകണത്. അപ്പം നന്നായിട്ട് തന്നെ ആ ഒരു സംതൃപ്തിയാണ് നമുക്ക് ഏറ്റവും വന്ന ഒരാൾ ഇഷ്ടപ്പെടാതെ രണ്ടാമത് തിരിച്ചു വരില്ല. അതാണ് ഞങ്ങളുടെ മെയിൻ. ആദ്യമായിട്ട് വരുന്ന ഒരു 80% ആളുകൾ ഫുഡ് നന്നായി പറഞ്ഞിട്ടാണ് പോവാറ്. നമുക്കിത് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുക്കിംഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ചെയ്താൽ പോരല്ലോ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. ഞാൻ വീട്ടിലേക്ക് പാർസൽ വാങ്ങുമ്പോൾ സ്ഥിരമായി ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത്. ഒന്ന്, ഹൈജീനിക്കാണ് ഭക്ഷണം. 2, ഒരു ഹോംലി ഫീൽ, ഒരു ഹോം ഫുഡ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു നല്ലൊരു ഹോംലി ഫീൽ നമുക്ക് ഇവിടുന്നുണ്ട്. അപ്പോൾ വാഴയിലയിൽ നല്ലൊരു ഉച്ചയൂണിൻ്റെ സ്പോട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ചിലവില്ലാത്ത ഒരു ലേക്കിൽ നിന്ന് നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. അപ്പോൾ ചെറുപ്പക്കാരായ ദമ്പതികൾ വീടിൻ്റെ മുകളിൽ തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ഉച്ചയൂണ്. വാഴൻ്റെ ഇലയിൽ 60 രൂപയ്ക്ക് കുറച്ച് കറികളൊക്കെ ആയിട്ട്. മാത്രമല്ല കുറേ മീൻ സ്പെഷ്യലുകളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാൻ വരും. രൂപേഷ്, എൻ്റെ പേര് രേവതി. ഇത് ഞങ്ങളുടെ 2 പേരുടെയും കൂടെയുള്ള ഒരു ചെറിയൊരു സംരംഭമാണ്. ഇപ്പോൾ ദൈവം സഹായിച്ച് ഒരു 4 വർഷമായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ കൊടുക്കുന്ന മെയിനായിട്ട് മീൽസാണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 12:30 മുതൽ സ്റ്റാർട്ടാവും. പിന്നെ ചോറ് കഴിയണവരെ ഇതെന്തായാലും ഉണ്ടാവും. ന്യൂക്ലിയസ് മോളിൽ അടുത്താണ് ഈ സ്ഥാപനം. പിന്നെ മെയിനായിട്ട് ഇവിടെ ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഊണിന് 60 രൂപയാണ്. കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. പൊട്ട്ലി മീൽസ് എന്ന് വെച്ചാൽ നമ്മൾ കൊങ്കണിയാണ്. അപ്പോൾ കൊങ്കണിയിൽ പൊട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതി എന്നാണ് അർത്ഥം. അപ്പോൾ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. ഇങ്ങനെ പൊതിച്ചോറ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇട്ട പേരാണ്. ശരിക്കും പറഞ്ഞാൽ പാഷൻ. പുള്ളിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കാണെങ്കിലും കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം അടിപൊളി. ഊണിൻ്റെ കൂടെ മെയിനായിട്ട് നമുക്ക് അച്ചാറ്, ചമ്മന്തി ഉണ്ടാവും. പിന്നെ ഒഴിക്കാൻ സാമ്പാർ, മീൻചാറ്, പിന്നെ തോരൻ, എന്തെങ്കിലും ഒരു കൂട്ടുകറി, പിന്നെ സ്പെഷ്യൽ ഓംലെറ്റ്, ചെമ്മീൻ കിട്ടണ പോലെ അവൈലബിലിറ്റി പോലെ ചെമ്മീൻ, കൂന്തൽ, ബീഫ്, പിന്നെ ഫിഷ് ഫ്രൈ, അയല, മത്തി, അങ്ങനെ അത്യാവശ്യം മീനുകളുണ്ടാവും. ഫിഷൻ പുള്ളി ഡിസൈനറായിരുന്നു. പിന്നെ ഞാൻ പവർ ലിഫ്റ്ററായിരുന്നു കല്യാണത്തിന് മുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് മരട് തൊട്ടടുത്ത് LP സ്കൂളുണ്ട്, SDV LP സ്കൂൾ. ആ സ്കൂളിന് ചേർന്നിട്ടുള്ള വീടാണ്. പിന്നെ എല്ലാവരും പൊതുവേ നല്ലൊരു അഭിപ്രായം പറയാറാണ്. മെയിൻ റെഗുലർ കസ്റ്റമേഴ്സാണ്. പിന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് ഹോംലി ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കണ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ ആണ് നമ്മളിവിടെ ചെയ്യുന്നതും. ആ ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അവരുടെ കൂടെ തന്നെ ഇരുന്നാണ് ഞങ്ങളും കഴിക്കാറ്. ഞങ്ങൾക്ക് മെയിൻ റെഗുലർ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ ഊണ് വന്നിട്ടുണ്ട്. ഊണിൻ്റെ കൂടെ കൂട്ടുകറി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, തേങ്ങ ചമ്മന്തി ഉണ്ട്, തേങ്ങയും നമ്മുടെ പച്ചമുളക് കൂട്ടുള്ള ചമ്മന്തി, തോരൻ, നെല്ലിക്ക അച്ചാറാണെന്ന്, സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്, ഇത്രയും പപ്പടമുണ്ട്. ഇത്രയും ചേർത്തിട്ടാണ് 60 രൂപ വിലയിൽ. ഫിഷ് ഐറ്റംസുകൾ ഇന്നുള്ളത് മത്തിയുണ്ട്, അതുപോലെ നമ്മുടെ കൂന്തൽ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കൊഴുവുണ്ട്, അയലക്കറി ഉണ്ട്, പിരാന, അതായത് നമ്മളെ സിൽവർ ആഗോലിയാണ്, ഈ വളർത്തു മീനാണ്, അതുമുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് സാമ്പാർ തന്നെ തുടങ്ങാം. നല്ല തിക്ക് സാമ്പാറാണ്, അത് കാണുമ്പോൾ അറിയാം. അവരെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വെജ്ജിൽ ടോപ്പ് ലെവലിലാണ് അവർ വെജ് സാധനങ്ങൾ കൊടുക്കുന്നതെന്ന്. സത്യമാണ് കേട്ടോ. ഈ സാമ്പാർ കഴിക്കുമ്പോൾ തന്നെ അറിയാം. നല്ല നെല്ലിക്ക അച്ചാറ്, ഇല്ല തേങ്ങ അരച്ച മീൻകറിയാണ്. 1-2 മീൻ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അരി, നല്ല ഉണ്ട വെളുത്ത അരി. നല്ല തേങ്ങ അരച്ച സൂപ്പർ മീൻ കറി. ഇനി നല്ല മുരിഞ്ഞ മത്തി, 3 മത്തിക്ക് ഇവിടെ 40 രൂപയാണ് ചാർജ് ആക്കുന്നത്. കുഞ്ഞമത്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്, വലിയ മത്തിനും കാട്ടി. നമ്മളെ കൂട്ടുകറി, സാമ്പാർ അടിപൊളി, കൂട്ടുകറി സൂപ്പർ, കൂന്തൾ,
ഇതൊരു അടിപൊളി കേട്ടോ. അതിൻ്റെ ഒരു മസാല സൂപ്പർ. അതിൻ്റെ 100 രൂപയാണ് ഇതിൻ്റെ വില. നമ്മളെ കൊഴുവ കൊഴുവയും ഇതും ഒരു വ്യത്യാസം എന്താ ചോദിച്ചപ്പോൾ ഈ കൊഴുവ വെളിച്ചെണ്ണയിലാണ്, ബീഫും വെളിച്ചെണ്ണയിലാണ്, ഇത് സൺഫ്ലവർ ഓയിൽ. പിരാന മീൻ, ഞാൻ പിരാന വിചാരിച്ചപ്പോൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ കേട്ടില്ലേ പിരാന, ഈ സിൽവർ ആഗോലി ഉണ്ടല്ലോ, അതാണ് ഈ പിരാന. നല്ല തിരക്കായിപ്പോൾ. അതൊക്കെ അടിപൊളി കേട്ടോ. എടുത്തെടുത്ത് ഒന്നും പറഞ്ഞില്ല. എല്ലാം കറികളും എല്ലാം ഫ്രീ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അവർ നല്ല എടുത്ത് പറഞ്ഞില്ല, ഒരു പാഷനാണെന്ന്. അതായത് വന്നവർ വീണ്ടും വരണം എന്നാണ് അവരുടെ ആഗ്രഹം. അതേപോലെ അവർ ചെയ്തിട്ടുണ്ട്. പുളിശ്ശേരി കുറച്ച് ഒഴിച്ചോളൂ. ഓക്കെ മതി കേട്ടെ. ഫുഡ് അടിപൊളിയിട്ടാണ്, ഞാൻ വെറുതെ പറയണല്ല. എല്ലാ കറികളും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുളിശ്ശേരിയും കഴിച്ചു. നമ്മൾ കഴിക്കാത്തത് ബീഫ് മാത്രമാണ്. കാരണം മറ്റൊന്നുമല്ല, ഫിഷിൻ്റെ ഇടയിൽ കൂടെ ബീഫ് കഴിക്കേണ്ട കൊണ്ടാണ്. നിങ്ങൾ വരുമ്പോൾ ബീഫ് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മൾ പപ്പടം കഴിച്ചില്ല, എല്ലാം കൂടി കണ്ടപ്പോഴേ. അപ്പോൾ രൂപേഷും രേവതിയാണ് ഇത് നടത്തുന്നത്. കൂടെ സപ്പോർട്ടിന് സുഹൃത്തുക്കളുണ്ട്. അതാണല്ലോ ഈ സൗഹൃദത്തിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞത്. ഒരു വീടിൻ്റെ മുകളിൽ ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങി നല്ല രുചിയിൽ കൊടുക്കുക. നല്ല തിരക്കേണ്ട തന്നെ അറിയാം ഇവരുടെ ഒരു ക്വാളിറ്റി എത്രയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് നമുക്ക് തരിക. വേറെ ഒന്നും നിങ്ങൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലുള്ള കിടലും കണ്ടന്റുകളായിട്ട് ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പുറകിലായതുകൊണ്ട് തന്നെ ടാറ്റ തരാനുള്ള ആളുകളില്ല ഇവിടെ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. അവരെ സപ്പോർട്ട് ചെയ്യുക. അവർ ഭയങ്കര എന്താ ചെയ്യുക, ചില ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാം. വന്ന് കഴിച്ച് സംതൃപ്തിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചുരുക്കം ചില ആളുകളിൽപ്പെട്ടവരാണ് നമ്മളെ രൂപേഷും രേവതി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.